നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മുട്ട പീസ് അല്ലെങ്കിൽ എഗ് ആംബീസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള കട്ട് ചെയ്തത്, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പകുതി തക്കാളി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഹൈ ഫ്ലെയിമിലാണ് നമുക്കിത് ചെയ്യേണ്ടത്, അതുകൊണ്ട് തീ കൂട്ടി തന്നെ ഇടാം. ആദ്യം ഇഞ്ചി ചേർക്കാം. വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ചിക്കൻ മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കോഴിമുട്ട ചെറുതായി വെന്ത് ഒന്ന് മൊരിഞ്ഞ് വരുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇനി ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് മുട്ടയുമായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.